കൃഷ്ണനും ബലരാമനും സാന്ദീപനി മുനിയുടെ ആശ്രമത്തിൽ പഠിച്ചു. പഠനം കഴിഞ്ഞപ്പോൾ അവർ ഗുരുദക്ഷിണ ചോദിക്കാൻ തയ്യാറായി. സാന്ദീപനി മുനി, കൃഷ്ണന്റെ ദിവ്യത്വം അറിയുന്നവൻ, തന്റെ മരിച്ചുപോയ മകനെ തിരികെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. കൃഷ്ണനും ബലരാമനും യാത്ര തുടങ്ങി. പല സാഹസിക സംഭവങ്ങൾക്കു ശേഷം അവർ യമരാജന്റെ ലോകത്തിലെത്തി. യമൻ അവരെ ആദരത്തോടെ സ്വീകരിച്ചു. അവിടെ വിധി കാത്തിരുന്ന ആത്മാക്കളുടെ നിരയിൽ ഒരു വയോധിക സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ ജീവിതത്തിൽ ഒരിക്കലും ആരെയും സഹായിച്ചിട്ടില്ല. സ്വാർത്ഥയും പിശുക്കിയും ആയിരുന്ന അവൾക്ക് നരകത്തിൽ ദീർഘകാല ശിക്ഷ വിധിച്ചു. അവൾ കരുണ ചോദിച്ചു. കൃഷ്ണൻ അവളുടെ ചെറിയൊരു സമർപ്പണത്തിൽ സന്തോഷിച്ച് യമനോട് രേഖകൾ കാണിക്കാൻ ആവശ്യപ്പെട്ടു. കൃഷ്ണൻ പറഞ്ഞു. ഒരു ദിവസം അവൾ അരി കഴിക്കുമ്പോൾ ഒരു വിശന്ന കാക്ക അടുത്തു വന്നു. അവൾ കാക്കയെ ഓടിച്ചപ്പോൾ കൈയിലെ അരി നിലത്ത് വീണു. കാക്ക അത് തിന്നു. അതിലൂടെ അവൾ വിശന്ന കാക്കയ്ക്ക് ഭക്ഷണം നൽകി. അതിനാൽ അവൾക്ക് സ്വർഗത്തിൽ കുറച്ച് ദിവസങ്ങൾ ലഭിക്കണം എന്ന് കൃഷ്ണൻ പ്രഖ്യാപിച്ചു. എല്ലാവരും അത്ഭുതപ്പെട്ടു. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത്, കൃഷ്ണൻ ചെറിയൊരു നല്ല പ്രവൃത്തിക്കും പ്രതിഫലം നൽകാൻ ആഗ്രഹിക്കുന്നു. അവൻ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് സംശയങ്ങൾ വിട്ട് കൃഷ്ണനോട് സമർപ്പിക്കുക. നിന്റെ എല്ലാ പ്രവൃത്തികളും അവനിലേക്ക് സമർപ്പിക്കൂ.